നെഗറ്റീവായിട്ട് തോന്നിയത് ഒരു കാര്യമാണ്. ലൈക്ക് ഇവര് ആവശ്യത്തിലധികം ഗായ്സ്, ഞാൻ കാന്താര ചാപ്റ്റർ 1 കണ്ടു, ബട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വഴി പറയാം. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഓക്കെ, ഞാൻ 3 പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യാം. ഒന്ന് ഋഷഭ് ഷെട്ടി, അത് കഴിഞ്ഞ് മ്യൂസിക് ചെയ്തേക്കുന്ന ആള്, അത് കഴിഞ്ഞ് നമ്മുടെ രുക്മിണിവാസ്. ഓക്കെ, കാന്താര എന്ന് പറയുമ്പോൾ ഒരു റീജിയണൽ മൂവി ആയിട്ട് ഇറങ്ങിയിട്ട് അതിന്റെ ഒരു ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ആ ഒരു സർപ്രൈസിങ് എലമെന്റും നമ്മുടെ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ആ മൂവി ഇത്രയും ഹൈപ്പും ലൈക്ക് ഇത്രയും പോപ്പുലാരിറ്റി ഇത്രയും ഫാൻസും ഒക്കെ ആ മൂവിക്ക് ഉണ്ടായത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഋഷഭ് ഷെട്ടിയാണ്, ആളുടെ പെർഫോമൻസ് ആണ്. ബട്ട് അതിലും ഫസ്റ്റ് പാർട്ടിനോടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണോ ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാ. മാത്രമല്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ഒരു 80% സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റെഫറൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുത്തു പറയേണ്ടത്, ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഈ ആളുടെ ഫിസിക് ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ബട്ട് ദിസ് വൺ ഇറ്റ്സ് റിയലി ഗുഡ്, നല്ലതാ. ഓക്കെ, ഈ മൂവിയിലും ആളുടെ ഒരു ആക്ടിങ് പെർഫോമൻസ് ഒക്കെ തന്നെയാണ് ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുന്നത്. ബട്ട് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ അവർ ആ ക്ലൈമാക്സിൽ കാണിക്കുന്നതും അതിനോടടുത്ത് കുറെ സീൻസ് ഉണ്ട്, അതിലൊക്കെ മ്യൂസിക് വഹിക്കുന്ന ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അത് അത്രയും ഹൈ ആ. ചിലപ്പോൾ ആ സീൻസ് ചിലപ്പോൾ ഡൗൺ ആയി പോകേണ്ട സീൻസ് ആ മ്യൂസിക് കൊണ്ട് അത്രയും ഉള്ളില് എന്താ, ചിലപ്പം ഇവര് കുറച്ചുകൂടെ സ്പിരിച്വലി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു. ബട്ട് നോട്ട് ഫീൽ എന്ന് പറയുമ്പോൾ അതുപോലെ നമ്മൾ എലിവേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ആയിരുന്നു. ബട്ട് അതത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ് പോലെ തന്നെ ഒരു ലെവൽ സാധനമായിരുന്നു നമ്മുടെ മ്യൂസിക്. ഇതില് രുക്മിണി വസന്തിന്റെ ആ ഒരു സ്പേസും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ലൈക്ക് സംതിങ് ഒരു ഡിവൈനും ആ ഒരു ബ്യൂട്ടിയും അതൊക്കെ കൂടെ കലർന്നിട്ട് ഒരുപാട് വലിയൊരു, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു രസം തോന്നി ആളെ ആ ഒരു സ്ക്രീനിൽ കണ്ടതും. ആളുടെ പെർഫോമൻസ് ആണേലും, ആളെ എല്ലാവർക്കും അറിയായിരിക്കും, സപ്തസാഗരിക ചെല്ലോ ആ മൂവിയിലെ ആക്ട്രസ് ആണ്. ആ മൂവി കണ്ടിട്ട് ഈ ആളുടെ ഈ രുക്മിണിയുടെ ആക്ടിങ് ഇല്ലേ, ഞാൻ കണ്ടിട്ടുള്ള മൂവീസിലെല്ലാം നോക്കുമ്പോൾ ആളുടെ സംതിങ് നാച്ചുറൽ ആയിട്ടുള്ളതും മാത്രമല്ല, അത് അത്രയും ഒരു പെർഫെക്റ്റ് കൈൻഡ് ഓഫ് ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. VFX എനിക്ക് ഫസ്റ്റ് ഹാഫിനോട് അല്ല, സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഓൾമോസ്റ്റ് ആയപ്പോഴത്തേക്ക് അതുവരെയുള്ള VFX എനിക്ക് പക്കയായിട്ട് തോന്നി. ലൈക്ക് ഒരു കുതിരയുടെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോയി, ഇത് ഒറിജിനൽ ആയിരിക്കോ അതോ VFX ആണോ, ആ ഒരു ഇതിലാ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. മീൻസ് നമുക്ക് ഓൾറെഡി കാന്താരം ഉണ്ട്, അപ്പൊ പിന്നെ ആ ഒരു അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു സാധനം ഇതിലോട്ട് വന്നപ്പോൾ ഉണ്ടോന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ കാണാന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിക് ആയാലും കുറെ വിഷ്വലി കുറച്ച് പരിപാടികളുണ്ട്, അത് ക്ലൈമാക്സിലൊക്കെ കുറച്ച് 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 നല്ല സാധനങ്ങളുണ്ട്. അതൊക്കെ അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവര് ഇതിൽ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്, കാരണം ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാൽ തന്നെ കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നമ്മുടെ ജയറാം ഉണ്ട്, ജയറാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ക്യാരക്ടേഴ്സ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഒരു കാര്യമാണ്, ലൈക്ക് ഇവര് ആവശ്യത്തിലധികം ആവശ്യമില്ലാത്തടത്തൊക്കെ കോമഡി കയറ്റിയിട്ടുണ്ടെന്ന്. ബട്ട് കോമഡി എന്നും പറയാൻ പറ്റില്ല, ചിലത് ചിരിക്കാൻ തോന്നും, ചിലത് എനിക്ക് അങ്ങനെ കുറച്ച് ചളിയായിട്ടാ തോന്നിയത്. ബട്ട് ഞാനിരുന്ന ഓഡിയൻസിൽ അവര് കന്നഡ പീപ്പിൾസ് ആയിരുന്നു, അപ്പോഴത്തേക്കും അവര് നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ സൂഫ്രൻസോ അതൊക്കെ എങ്ങനെയാ ഇത്ര വിജയിച്ചത് എന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ ഷെയിം ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല, ബട്ട് ഐ തിങ്ക് അവര് എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോമഡിയാണ്, അവരുടെ മൂവിയാണ്, അപ്പോൾ അവര് എൻജോയ് ചെയ്യുന്ന സംഭവമായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് കത്താറ്. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ക്ലൈമാക്സ് സ്റ്റോറി വൈസ് കുറച്ച് വീക്കാണെങ്കിലും അവിടെ വേറെ നടക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്, അത് പെർഫെക്റ്റ് ആണ്. ബട്ട് ക്ലൈമാക്സ് സ്റ്റോറി വൈസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ആണ്, അപ്പോൾ ഞാൻ അവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ബാക്കി ചാപ്റ്റർ 2 ഉണ്ട്, ഇനിയിപ്പോ അല്ല എപ്പോഴെങ്കിലും കാണും. എന്റെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ലൂസിഫറും എമ്പുരാനും കണ്ടപ്പോ കുറച്ച് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടായിരുന്നു.
ഓക്കെ, അതുപോലെയാണ് എനിക്കിപ്പോ കാന്താര ചാപ്റ്റർ 1 തോന്നി. കാരണം എന്താ കുറച്ച് ഇവര് ചെറിയ സ്കെയിലിൽ നിന്ന് വലിയ സ്കെയിലോട്ട് പോകുമ്പോൾ ഉള്ള കുറച്ച് ഇഷ്യൂസും, സ്റ്റോറി നന്നാക്കിയ കുറെ കാര്യങ്ങൾ നന്നാവും. അപ്പോ ആ ഒരു ഇഷ്യൂ ആണ്. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ് മൂവി. ആരും എന്തായാലും തിയേറ്ററിൽ മിസ്സാക്കണ്ട. അടിപൊളിയാണ്. പോയി കണ്ടോളൂ. ബൈ. തരാം.